കേരളത്തിലെ ട്രക്ക് ചെയ്തതിന്റെ ഒരു പ്രാക്ടീസിന് വന്നത്. എന്റെ കർത്താവേ, അതൊന്നും ഒന്നുമല്ല. അപ്പൊ ഇതാണ് എന്റെ ടെന്റ്. നിങ്ങളെ തുറന്നാൽ ഇങ്ങനെ കാണാം. ഈ ഒരു സമയം 5:30 ആട്ടോ, രാവിലെ 5:30. ഇതില് കാല് നനച്ച് എന്റെ കാലൊക്കെ കിടുങ്ങിപ്പോയൊരവസ്ഥയാണ്. ഇത്രയൊക്കെ നനയ്ക്കാൻ ഒരു മിനിറ്റ് കൂടെ കാലിങ്ങനെ ഐസാവുന്ന പോലെ അത്രയ്ക്ക് വിറയ്ക്കും. ആ രണ്ട് മലയുടെ ആ ഒരു ഇത് കണ്ടോ, അവിടെ നിങ്ങൾക്ക് ഒരു മഞ്ഞ് മല കാണാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു മഞ്ഞ് മല കാണാൻ വേണ്ടി പറ്റും. ഇത്രയും സ്പീഡിൽ ഒഴുകുന്ന ഈ വെള്ളത്തെ റാണി നല്ല എന്നാട്ടോ പറയുന്നത്. ഇത് വെറും വെള്ളമല്ല, അന്ന് ഹിമാലയത്തിൽ നിന്ന് മഞ്ഞ് ഉരുകി ഉണ്ടാകുന്ന വെള്ളമാണ് ഗൈസ്. ഇന്ന് ട്രക്കിങ്ങിൻ്റെ 2ാമത്തെ ഡേ ആണ്. അപ്പോൾ നമ്മൾ 7 മണിക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ആക്ച്വലി 4 മണിക്കാട്ടോ ഈ ക്യാമ്പിലുള്ള ഈ ഒരു ട്രക്കിങ്ങിന് വന്നവരെല്ലാം 4 മണിക്കാട്ടോ എഴുന്നേറ്റത്. എൻ്റെ പൊന്നെ എന്ത് തണുപ്പ്! നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് ഉള്ളതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലായിരുന്നു. പിന്നെ കയ്യിലേക്ക് ഗ്ലൗസൊക്കെ ഇട്ടാൽ കിടന്ന് ഉറങ്ങിയത്. ഭയങ്കര തണുപ്പ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വെള്ളത്തിലിറങ്ങിയിട്ട് എൻ്റെ കാലൊക്കെ തണുത്ത് ഉറങ്ങി മരവിച്ച് ഫുൾ സീനായിട്ടിരിക്കുകയാണ്. കേരളത്തിലെ ട്രക്ക് ചെയ്തതിൻ്റെ ഒരു പ്രാക്ടീസിന് വന്നത്. എൻ്റെ കർത്താവേ, അതൊന്നും ഒന്നുമല്ല. ആ 2 കിലോമീറ്റർ ഞാൻ കഷ്ടപ്പെട്ടാണ് നടന്നത്. കാരണം ഞാൻ പാക്ക് ചെയ്ത വെയിറ്റ് കൂടിപ്പോയി, ഭയങ്കര ലഗേജ് ആയിരുന്നു. സോ ഞാൻ നല്ല കഷ്ടപ്പെട്ടാണ് നടന്നത്. ഞാൻ ഇത്രയും, കാരണം ഞാൻ ആ വെയിറ്റ് കുറയ്ക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ലഗേജ് എന്തോ കൂടിപ്പോയി ഗൈസ്. എനിക്ക് നടക്കാൻ ഭയങ്കര പാടായിരുന്നു. 6 മണിക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഫുഡുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. എൻ്റെ കോലം കണ്ടില്ല ഇപ്പം തന്നെ. എന്നിട്ട് വേണം പോകാനായിട്ട്. ഇന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ നടക്കാനുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് വീണ്ടും സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീൻ ഇടാൻ വേണ്ടി വന്നേണ്. അങ്ങനെ ചിക്ക ക്യാമ്പ് സൈറ്റിലുള്ള എല്ലാവരും അടുത്ത ട്രക്കിങ്ങിനായിട്ട് ബാഗൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അടുത്തത് ഇനി ഈ ഒരു റിവർ ക്രോസിംഗ് ആണ്. ഈ ഒരു ഡോഗ് ഉണ്ടല്ലോ, എല്ലാവരും റിവർ ക്രോസ് ചെയ്യുന്ന സമയത്ത് വന്നേട്ടോ. പിന്നെ റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവനെ കാണാനില്ല. എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കും. അങ്ങനെ അതിസാഹസികമായി ഞാൻ ഈ ഒരു റിവർ ക്രോസ് ചെയ്ത് വന്നു ഗൈസ്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ ശരി, ടാറ്റാ.